വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് SCRT പാഠഭാഗം തന്നെയാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. യൂണിറ്റ് 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. അപ്പൊ മോഡേൺ ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പുതിയ SCRT പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ തുടക്കം കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാം. അതായത് നമ്മൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം. ലെഫ്റ്റ് സൈഡില് നമ്മുടെ ദാദാബായ് നവറോജിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അഥവാ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. നമുക്കറിയാം, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അഥവാ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത് ദാദാബായ് നവറോജിയുടെ പുസ്തകമാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഈ പുസ്തകം നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നു എന്ന തന്റെ നിരീക്ഷണം, ചോർച്ച സിദ്ധാന്തം അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. അപ്പോ ഡ്രെയിൻ തിയറി ആരുടെയാണ്? നവറോജിയുടെയാണ്. അതും അദ്ദേഹത്തെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാകുന്നതിന് ഇതിലൂടെ സഹായിക്കുകയും കൂടി ഉണ്ടായിട്ടോ. അപ്പൊ നമ്മള് പഠിച്ചു തുടങ്ങാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത്. അന്ന് നമുക്കറിയാം, ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും അവിടെ വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെടുകയുണ്ടായി. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിന്റെ അടിത്തറ. അപ്പൊ ഇന്ത്യൻ ജനതയ്ക്ക് ഐക്യബോധം ഉണ്ടാവാൻ കാരണം എന്താണ്? ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം. എല്ലാവർക്കും ബ്രിട്ടീഷുകാരെ ദേഷ്യമായിട്ട് വന്നു അവരുടെ പ്രവൃത്തികൾ മൂലം. അതുകൊണ്ട് നമ്മുടെ ഇടയില് എന്താണ് ഈ ഒരു ഐക്യബോധം ഉണ്ടാവാനായിട്ടുള്ള കാരണമായി. ഈ ഐക്യബോധമാണ് ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യക്കാർക്കിടയിലുള്ള ഈ ഐക്യബോധത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദേശീയത എന്ന് വിളിക്കുന്നത് എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്ത്യൻ ദേശീയത ശക്തമാവാനുണ്ടായ കാരണമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഫസ്റ്റ് നോക്കുക, സാമ്പത്തിക നയത്തെ കുറിച്ച് പറയുന്നു. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെ കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെ കുറിച്ചൊക്കെ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതായത് കുറേയധികം എന്താ പറയുന്നത്, പലതരത്തിലുള്ള നികുതി വ്യവസ്ഥകൾ കൊണ്ടുവന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. അപ്പൊ ഇന്ത്യ എന്തായി? ബ്രിട്ടീഷുകാർക്ക് വ്യവസായ ആവശ്യങ്ങൾക്ക് എന്താണ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു കോളനിയായും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു കമ്പോളമായും പൂർണ്ണമായിട്ടും ഇന്ത്യ മാറാനായിട്ട് തുടങ്ങി. അപ്പൊ ബ്രിട്ടീഷുകാർ നമ്മളെ എന്ത് ചെയ്തു? സാമ്പത്തികമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനായി അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ, പല രീതിയിലുള്ള നയങ്ങൾ അവര് ഫോളോ ചെയ്തു. അതുവഴി തൊഴിലില്ലായ്മ ഉണ്ടായി, ദാരിദ്ര്യം ഉണ്ടായി, ഒക്കെ കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി വിശദമായ പഠനം നടത്തിയ വ്യക്തികളാണ് ഒന്ന് ദാദാബായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവർ. ഇവർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായിരുന്നു. ഇപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളാണ് ദാദാബായ് നവറോജി, RC ദത്ത, മഹാദേവ് ഗോവിന്ദ റാനഡെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കൾ ആരൊക്കെയാണ്? ദാദാബായ് നവറോജി, RC ദത്ത, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. അടുത്തത് പാശ്ചാത്യ വിദ്യാഭ്യാസം. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം വന്നത്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തി കാണിക്കാനും ഇന്ത്യയെ സാംസ്കാരികമായി തങ്ങൾക്ക് വിധേയരാക്കാനും വേണ്ടി തങ്ങളോട് അനുഭവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. പക്ഷേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതി സമത്വം, തുല്യനീതി, ശാസ്ത്രബോധം
പൗരാവകാശം എന്നിവയെ കുറിച്ച് അവബോധമുള്ളവരായി മാറി. അപ്പൊ നമ്മൾ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയപ്പോൾ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ഥിതി സമത്വത്തെക്കുറിച്ചും തുല്യനീതിയെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുള്ള ബോധം, പൗരന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള ബോധമൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങി. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി, ഇത്രയും വിവരമൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ എങ്ങനെ ബ്രിട്ടന്റെ അടിമകളായി, ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവർ സംസാരിക്കാൻ തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് ഉപയോഗിച്ചു തുടങ്ങി. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓരോരോ മേഖലയിലും അല്ലെ, ഗുജറാത്ത് മേഖലയിലുള്ള ഒരു ഗുജറാത്തി, മഹാരാഷ്ട്ര മേഖലയിലുള്ള ഒരു മറാത്തി, അല്ലെ, കർണാടക മേഖലയിലുള്ള ഒരു കന്നഡ, തമിഴ്നാട് ആ തമിഴ്, അങ്ങനെ ഓരോരോ മേഖലയിലുള്ളവർ ഓരോന്നും സംസാരിക്കണം. അപ്പൊ ഓരോ ഭാഷയെ സംസാരിക്കണം. പക്ഷെ ഇവരൊക്കെ ഇവിടുന്നൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയവര് പൊതുവായിട്ടുള്ള ഒരു ചടങ്ങിന് വരുമ്പോൾ അവരുടെ ആശയങ്ങള് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയായി അവര് പാശ്ചാത്യ ഭാഷയെ, ഇംഗ്ലീഷ് ഭാഷയെ അവർ ഉപയോഗിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ദൗർലഭ്യം തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭവത്തിന് വഴിതെളിച്ചു. ഇനി ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്കുവഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവും ഒക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയമായി വന്നു. അക്കാലത്തെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരായിരുന്നു ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവർ. നോക്കൂ, പ്രധാനപ്പെട്ട കൃതികൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവർ ബംഗാളി ഭാഷയിൽ കൃതികൾ എഴുതി. ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസ് ഭാഷയിൽ എഴുതി. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി ഭാഷയിൽ. അപ്പോൾ പ്രധാനപ്പെട്ട ദേശീയ സാഹിത്യകാരന്മാരും അവരുടെ ഭാഷകളുമാണ് നമ്മൾ പറഞ്ഞത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രവീന്ദ്രനാഥ ടാഗോറും ബംഗാളി ഭാഷയിലും. ലക്ഷ്മിനാഥ് ബറുവ, ഈ ബസ് നമ്മൾ ഉപയോഗിക്കാറില്ലേ, ലക്ഷ്മിനാഥ് ബറുവ അല്ലെ, അദ്ദേഹം ആസാമീസ് ഭാഷയിലും. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ, അദ്ദേഹം മറാത്തി ഭാഷയിലും എന്താണ് ധാരാളം കൃതികള് രചിച്ചിരുന്നു അന്നത്തെ സമയത്ത്. ഇനി സുബ്രഹ്മണ്യ ഭാരതി തമിഴ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള നമ്മള് ഓടി വിളയാട് പാപ്പ കേട്ടിട്ടുണ്ട് അല്ലെ, ഓടി വിളയാട് പാപ്പ എന്ന ഗാനം അല്ലെ, ആരുടെയാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടെയാണ് ഓടി വിളയാട് പാപ്പ. അതുപോലെ അദ്ദേഹം തമിഴാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, അതുപോലെ പ്രേംചന്ദ് തുടങ്ങിയവർ ഹിന്ദിയില്. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയില്. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ഭാഷയിലൊക്കെ കൃതികൾ രചിച്ചിരുന്നവരാണ്. ഒന്നും കൂടെ പറഞ്ഞേ, സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര പ്രേംചന്ദ് ഹിന്ദി, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഇന്ത്യയിൽ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സമ്പാദ് കൗമുദി. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് സമ്പാദ് കൗമുദി ആരുടെയാണ്? പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം മിറാദുൽ അക്ബർ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചു. അപ്പൊ രാജാറാം മോഹൻ റായ് ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിൽ മിറാദുൽ അക്ബറും. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. അതായത് ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിച്ചു ഈ പത്രങ്ങളിലൂടെ, അവർക്കെതിരെ നമ്മൾ പ്രതികരിച്ചു, ചൂഷണങ്ങൾക്കെതിരായ മനോഭാവം വളർത്താൻ, ആൾക്കാരുടെ ഇടയിൽ വളർത്താനൊക്കെ ഈ പത്രങ്ങൾ കൊണ്ട് സഹായിച്ചു. ആധുനിക ആശയങ്ങൾ, ദേശീയത എന്നിവ വളർത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ച പ്രധാനപ്പെട്ട പത്രങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഒന്ന്, അമൃത് ബസാർ പത്രിക. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലുള്ള പത്രമാണ്? ബംഗാളി. അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷ. ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവ ഇംഗ്ലീഷ് ഭാഷ. ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവ ഇംഗ്ലീഷ് ഭാഷ. മാതൃഭൂമി, അൽ അമീൻ എന്നിവ മലയാളം ഭാഷ. ഈ അൽ അമീൻ വളരെ പ്രധാനമാണ്. മാതൃഭൂമി, അൽ അമീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറുദു ഭാഷയായിട്ട് തോന്നാം. മാതൃഭൂമി, അൽ അമീൻ എന്നിവ മലയാളം ഭാഷ. ബ്രിട്ടീഷ് വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണായുധമായി കാണുകയും
ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഈ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണങ്ങളായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു കൊണ്ടുവന്ന വെർണാക്കുലസ് പ്രസ് ആക്ട് വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ നാട്ടുഭാഷാ പത്ര നിയമം. അപ്പൊ നാട്ടുഭാഷാ പത്ര നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭുവാണ്. ഇനി അടുത്തത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ ആധുനിക വിദ്യാഭ്യാസം നമ്മളെ സഹായിച്ചു. സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകര്, അവരുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റായ്. ഇന്ത്യയിൽ ഉണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റായ് ആണ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹം ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായ വ്യക്തിയായിരുന്നു. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ വളരെയധികം സ്വാധീനിച്ചു. രാജാറാം മോഹൻ റായ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ഇന്ത്യയിൽ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഉത്തരം ആരുടെ പേര് പറയണം? രാജാറാം മോഹൻ റായ്. ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂൾ സ്ഥാപിച്ചു, ബ്രഹ്മസമാജം സ്ഥാപിച്ചു, ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നിവയ്ക്കെതിരെ പോരാടി. ശൈശവ വിവാഹം, ബഹുഭാര്യാത്വം എന്നിവയ്ക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ട് എന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. വിഗ്രഹാരാധനയെയും ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി ജ്യോതി റാവു ഫുലെ. മഹാരാഷ്ട്രയില് താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽ പെടുന്നവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതി റാവു ഫുലെ. അപ്പൊ മഹാരാഷ്ട്രയില് താഴ്ന്ന മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ജ്യോതി റാവു ഫുലെ. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ സംഘടന സത്യശോധക് സമാജം. ജ്യോതിറാവു ഫുലെയുടെ പ്രശസ്തമായിട്ടുള്ള സംഘടനയുടെ പേരെന്താ? സത്യശോധക് സമാജ്. അപ്പൊ സത്യശോധക് സമാജ് സ്ഥാപിച്ച വ്യക്തി ജ്യോതിറാവു ഫുലെ. എവിടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്? മഹാരാഷ്ട്രയിലാണ്. ഇനി അടുത്തത് വിധവാ വിവാഹം നടപ്പിലാക്കുക, വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുക. അതിനൊക്കെ അദ്ദേഹം വളരെയധികം വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകാനും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അപ്പൊ മഹാരാഷ്ട്രയിലെ ജനത മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ജ്യോതി റാവു ഫൂലെ. ഇനി അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഭൂലെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ വൈഫാണ് സാവിത്രിബായി അല്ലെ. നിരവധി പള്ളിക്കൂടങ്ങളും നിശാപഠനശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അപ്പൊ പെൺകുട്ടികൾക്ക് വേണ്ടി പെൺപള്ളിക്കൂടങ്ങള് അല്ലെ, അതുപോലെ തന്നെ രാത്രി പഠിക്കുന്നതിനുള്ള പാഠശാലകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും ആരെ സഹായിക്കാനുണ്ടായി? ജ്യോതി റാവു ഫൂലെയെ സഹായിക്കാനുണ്ടായി എന്ന് മനസ്സിലാക്കുക. അടുത്ത ലേഡിയാണ് പണ്ഡിത രമാബായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. കർണാടക സ്വദേശിനിയാണ് രമാബായി. അവർ സംസ്കൃതം, ബംഗാളി, മറാത്തി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. അപ്പൊ കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ ഏത് സാമൂഹിക പരിഷ്കർത്താവിനാണ് പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത്? പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആര്യ മഹിളാ സമാജം. അപ്പൊ ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്.
വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദ സദനം എന്ന അഭയ കേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. അപ്പൊ 1889 INC-യിൽ പങ്കെടുത്തു അല്ലെ. പണ്ഡിത രമാബായി ശാരദാ സദനം ആരംഭിച്ചു, മുക്തി മിഷൻ ആരംഭിച്ചു, ആര്യ മഹിളാ സമാജം ആരംഭിച്ചു. അപ്പൊ ആര്യ മഹിളാ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് പണ്ഡിത രമാബായി, ശാരദാ സദനം എന്ന അഭയ കേന്ദ്രം സ്ത്രീകൾക്ക് ആരംഭിച്ചത് പണ്ഡിത രമാബായി, തൊഴിൽ പരിശീലനം നൽകുന്നതിന് സ്ത്രീകൾക്ക് മുക്തി മിഷൻ ആരംഭിച്ചത് പണ്ഡിത രമാബായി. 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലും ഇവർ പങ്കെടുക്കുകയുണ്ടായി. ഇനി ചില സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത് സ്ഥാപിച്ച സ്ഥാപകരും. പ്രാർത്ഥനാ സമാജം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആത്മാറാം പാണ്ഡുരംഗ. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സംഘം വീരേശ ലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളി. ഒന്നും കൂടെ പറയാം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി തുടങ്ങിയ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അത് സ്ഥാപിച്ച വ്യക്തികളുമാണ്. ഇനി അടുത്തത് ഗതാഗത വാർത്താവിനിമയ മേഖലകളെ കുറിച്ച്. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. അവർക്ക് എന്താണ്, നല്ല രീതിയിൽ വ്യാപാരം നടക്കാനും വ്യവസായം നടക്കാനും അവരുടെ സൈനിക ആവശ്യങ്ങൾക്കുമായിട്ട് ഗതാഗത വാർത്താവിനിമയ മേഖലകൾ കുറച്ചും കൂടിയൊക്കെ നന്നാക്കാനായിട്ട് അവർ ശ്രമിച്ചു. റെയിൽവേ, അതുപോലെ തന്നെ പോസ്റ്റൽ സിസ്റ്റം, അതുപോലെ തന്നെ കമ്പി തപാൽ എന്നിവ നമുക്ക് വേണ്ടി അവർ കൊണ്ടുവന്നു. അവർക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ നമുക്കത് ഉപകാരമായി. ചരക്ക് നീക്കം എളുപ്പത്തിലാക്കാൻ റോഡ് ഗതാഗതം അവർ മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം കുറച്ചും കൂടി ശക്തിപ്പെടുകയും ചെയ്തു. കാരണം എല്ലാ ഭാഗങ്ങളിലെ ആൾക്കാർക്കും പരസ്പരം മീറ്റ് ചെയ്യാനുള്ള ഒരു വഴി കൂടിയായി. അതായത് ഇപ്പൊ തപാലായാലും അതുപോലെ പോസ്റ്റൽ സിസ്റ്റം ആയാലും ഒക്കെ. ഏകീകൃത ഭരണ സംവിധാനം, നിയമവ്യവസ്ഥ, നാണയ വ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. അപ്പൊ ഏകീകൃത ഭരണ സംവിധാനം, അതുപോലെ നിയമവ്യവസ്ഥ, നാണയ വ്യവസ്ഥ തുടങ്ങിയവ ഒക്കെ നടപ്പിലാക്കിയപ്പോ ജനങ്ങൾക്കിടയിൽ കുറച്ചും കൂടി ഐക്യബോധം ഉണ്ടാക്കാൻ സഹായിച്ചു. അപ്പൊ ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങളാണ് ഈ പറയുന്നത്. ഏതൊക്കെയാണ്? ഗതാഗത വാർത്താവിനിമയ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച, ഏകീകൃത ഭരണ സംവിധാനം, നിയമവ്യവസ്ഥ, നാണയ വ്യവസ്ഥ തുടങ്ങിയവ. ഇനി അടുത്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. അതിന്റെ ഫലമായി 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പഠിക്കണേ. ഇന്ത്യൻ അസോസിയേഷൻ, സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ് തുടങ്ങിയ 2 വ്യക്തികൾ ചേർന്ന ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന കൽക്കത്തയിൽ കൊണ്ടുവന്നു. M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരുടെ നേതൃത്വത്തിൽ മദ്രാസ് മഹാജനസഭ മദ്രാസിൽ ആരംഭിച്ചു. ഫിറോസ് ഷാ മേത്ര, KT തൈലാങ്ക, ബദ്രുദ്ദീൻ തിയാബ്ജി എന്നിവരുടെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിൽ വന്നു. അപ്പൊ ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ ആസ്ഥാനം ബോംബെയാണ്. അതിന്റെ സ്ഥാപക നേതാക്കൾ അല്ലെങ്കിൽ നേതൃത്വം നൽകിയവരാണ് ഫിറോസ് ഷാ മേത്ത, KT തൈലാങ്, ബദ്രുദ്ദീൻ ത്യാബ്ജി. മദ്രാസ് മഹാജനസഭയുടെ സ്ഥാപകരാണ് M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. മദ്രാസ് മഹാജനസഭയുടെ പ്രവർത്തന കേന്ദ്രം മദ്രാസ്. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ട. സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ് തുടങ്ങിയവരാണ് അതിന് നേതൃത്വം നൽകിയത്.
ഇനി ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രവർത്തനം ചില പ്രത്യേക പ്രവിശ്യകളിലും ചില മേഖലകളിലും മാത്രമായി ഒതുങ്ങി നിന്നു. ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവര് ധനികരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചും കൂടിയും എന്താണ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവരൊക്കെ കൂടി ചേർന്നിട്ടുള്ള സംഘടനകളാണ്. അപ്പൊ സാധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് എത്താനായിട്ട് പറ്റിയില്ല എന്നാ പറയണത്. അങ്ങനെ 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. ആ യോഗത്തിൽ 72 പേർ അവിടെ പങ്കെടുക്കുന്നു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവരിൽ പലരും. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ച അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ള വ്യക്തികളായിരുന്നു അവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന നമ്മൾ വിളിക്കാറില്ല ഹ്യൂം അല്ലെ, അലൻ ഒക്ടോവിയൻ ഹ്യൂം. അടുത്തത് WC ബാനർജി എന്ന അഭിഭാഷകൻ അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ. എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് വളരെയധികം എന്താ പറയാ അത്രയും പ്രാധാന്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ് ആ സംഘടന രൂപം കൊണ്ടതിനെ കുറിച്ച്. 1885 ഡിസംബർ മാസം 28 പകല് 12 മണിക്ക് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ 72 പേർ പങ്കെടുത്ത ഒരു സമ്മേളനം നടന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെ. അതിൽ സംഘാടകരിൽ ഒരാൾ ആരായിരുന്നു? അതിന്റെ പിതാവ്, നിർമ്മാതാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചത് അലോൺ ഒക്ടോവിയൻ ഹ്യൂം. പിന്നെ ഉണ്ടായിരുന്നു WC ബാനർജി എന്ന അഭിഭാഷകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്രപ്രധാനമായ സമ്മേളനത്തെ കുറിച്ചാണ് നമ്മൾ ഈ പെട്ടിക്കള്ളിയിൽ ഇപ്പോൾ പറഞ്ഞത് എന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അറിയാത്ത കുട്ടികൾ ഏതായാലും അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊക്കെയാണ് ചുവടെ കൊടുക്കുന്നത്. എന്താണ് INCയുടെ ലക്ഷ്യങ്ങൾ എന്നാണ് പറയുന്നത്. INCയുടെ ലക്ഷ്യങ്ങൾ ഓരോന്നായി നോക്കിക്കോളൂ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം ഉണ്ടാക്കുക, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുക, പൊതുജനങ്ങൾക്ക് പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിച്ച് ജനങ്ങളെ സംഘടിപ്പിക്കുക, അതുപോലെ അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക എന്നതൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ എന്നാ പറയണേ. പ്രഖ്യാപിത ലക്ഷ്യങ്ങളാ പറയണേ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ ഐക്യബോധം വളർത്തുക, പൊതു ആവശ്യങ്ങൾ രൂപം നൽകുക, അവ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറയാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളുണ്ട്, പൊതു അഭിപ്രായം രൂപീകരിച്ച് ജനങ്ങളെ സംഘടിപ്പിക്കുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾ ഇവിടെയൊന്നും ഉണ്ടായില്ല, ഇംഗ്ലണ്ടിലൊക്കെ ആയിരുന്നു, അതൊക്കെ ഇവിടെ നടത്താനുള്ള അതിനുള്ള കേന്ദ്രങ്ങൾ ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടിയൊക്കെ അവരോട് പറയുക. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താൻ തുടങ്ങി. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P ആനന്ദചാർലു, RC ദത്ത എന്നിവർ അല്ലെ, അതുപോലെ ആനന്ദ മോഹൻ ബോസ് എന്നിവർ അല്ലെ. ഇനി അടുത്തത് ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇതുതന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് എന്താണ്? അവരുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനകളെ ദുർബലമാക്കുകയുമാണ്. ഇത് പറഞ്ഞത് H.H. റിസ്ലെ. ഇത് അപ്പൊ ബംഗാൾ വിഭജിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യം പറയണേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, C ശങ്കരൻ നായർ ആണ് അല്ലെ. അമരാവതി സമ്മേളനമാണ് അല്ലെ. C ശങ്കരൻ നായർ അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം, അമരാവതി INCയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. എന്താണ് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയത് 1897. മറക്കാതെ പഠിച്ചു വെക്കാട്ടോ മക്കളെ. ഇനി അടുത്തത്
ബംഗാൾ വിഭജനത്തിലേക്ക് വരാം. ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു. റിസ്ലെയാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രം ചോദിക്കാം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമാണ് ബംഗാൾ. ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യയെ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം കൊണ്ടുവന്നത്. അങ്ങനെ ബംഗാൾ വിഭജനം ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചു. കിഴക്കൻ ബംഗാൾ എങ്ങനെയായിരുന്നു? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ അല്ലെ? മതവികാരം അല്ലെ അത് ഉണർത്തിയിട്ട് ആൾക്കാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു പോളിസി കൊണ്ടുവരാനാണ് അവരിവിടെ ശ്രമിച്ചത്. എന്നാണ് ബംഗാൾ വിഭജനം നടന്നത്? 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോനാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. അപ്പൊ അമർ സോന ബംഗ്ല രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്? 1905 ഒക്ടോബർ 16 ഇതൊക്കെ ഓർത്തു വയ്ക്കണം. ഈ പ്രതിഷേധങ്ങൾ വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. കണ്ടോ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പ്രതിഷേധങ്ങളെയാണ്, വലിയ സമരങ്ങളായി മാറിയ പ്രതിഷേധങ്ങളെയാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം, ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി എങ്ങനെ? ഇന്ത്യൻ വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചു, ബ്രിട്ടീഷ് വസ്തുക്കൾ നമ്മൾ ബഹിഷ്കരിച്ചു. കണ്ടോ? സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശ്രയം എന്താ? സ്വാശ്രയം എന്നതാണ് പ്രധാന ആശയം. സ്വദേശി വ്യവസായവും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന്റെ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ഇന്ത്യയിൽ ആരംഭിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ തുണിമില്ലുകള്, സോപ്പ് നിർമ്മാണശാലകള്, അതുപോലെ തന്നെ എന്താണ് തീപ്പെട്ടി ഫാക്ടറികള്, കൈത്തറി സ്ഥാപനങ്ങള്, നമ്മുടേതായിട്ടുള്ള ബാങ്കുകള്, ഇൻഷുറൻസ് കമ്പനികള് എന്നിവ നമ്മൾ ഇവിടെ ആരംഭിച്ചു. ആചാര്യ PC റോയ് ആരംഭിച്ച ആചാര്യ PC റോയ് എന്ന് പറയുന്ന വ്യക്തി ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജാംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവ സ്വദേശി സമരത്തിന്റെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ടതാണ്. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ടതാണ് ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആര് കൊണ്ടുവന്നു? ആചാര്യ PC റോയ്. സ്വദേശി സ്റ്റോർ ആര് കൊണ്ടുവന്നു? രവീന്ദ്രനാഥ് ടാഗോർ. ഇനി അടുത്തത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു? വി ചിദംബരം പിള്ള. സ്റ്റീൽ ഫാക്ടറി ആരംഭിച്ചു? ജാംഷഡ്ജി ടാറ്റ. സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് നൽകിയ വിവരണമാണ് പറയുന്നത്. സുരേന്ദ്രനാഥ ബാനർജി പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിൽ മുഴുവൻ പ്രതലത്തിലും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നത് പോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെടെ വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച് ആഘോഷ വേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. കണ്ടോ? ഇന്ത്യക്കാർ അത്രയും കുറച്ചും കൂടി സ്ട്രോങ് ആയി സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. കണ്ടോ? സാധാരണ ആൾക്കാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം
പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. അപ്പൊ സ്വദേശി എന്ന സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന നൽകിയത് സ്വദേശി പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. സ്വദേശി പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിതവാദികൾ, തീവ്രവാദികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ പറയണത്. അതിന് മുന്നേ ഇവിടെ ഒരു പെട്ടി കൊടുത്തിട്ടുണ്ട്. പെട്ടി വളരെ പ്രധാനമാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അതില് അശ്വിനി കുമാർ ദത്തിന്റെ ഫോട്ടോയാണ് കൊടുത്താണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി ഇതിൽപ്പെട്ടതായിരുന്നു. അപ്പൊ അശ്വിനി കുമാർ ദത്തിന്റെയാണ് സ്വദേശി ബാന്ധവ് സമിതി എന്ന് മനസ്സിലാക്കാട്ടോ. എന്താണ്? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധി മറ്റും മൂലമുണ്ടാകുന്ന ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയവയാണ് അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതിയുടെ ലക്ഷ്യം. അശ്വിനി കുമാറാണ് സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത്. അടുത്തത് മിതവാദികൾ, തീവ്രവാദികൾ ട്ടോ. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നേരിട്ട് ബ്രിട്ടീഷുകാരോട് അടി കൂടാത്ത ആൾക്കാരെ നമ്മൾ മിതവാദികൾ എന്ന് വിളിക്കും. പ്രശ്നത്തിന് പോവാത്തവര് അവരാണ് ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നൗറോജി. അവര് സമാധാനപരമായിട്ട് നിൽക്കാൻ താല്പര്യപ്പെട്ടവരായിരുന്നു. സമാധാനപരവും രക്തരഹിതവുമായ സമരത്തിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. എന്നാൽ മിതവാദികളുടെ ആശയത്തോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായിട്ടുള്ള മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? തീവ്ര ദേശീയവാദികൾ എന്ന് വിളിക്കുന്നു. അവരാണ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല, ലാലാ ലജപത് റോയ് തുടങ്ങിയവർ. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് പറഞ്ഞു. അപ്പൊ പ്രത്യക്ഷ സമരം നടത്താത്തവരും മിതവാദികളും, പ്രത്യക്ഷ സമരം നടത്തിയിരുന്നവരാരാണ്? തീവ്രവാദികളുമാണ് എന്ന് മനസ്സിലാക്കാട്ടോ. ഇനി അടുത്തത് ആരൊക്കെ മിതവാദികൾ എന്നാ നമ്മൾ പറഞ്ഞ മിതവാദികള് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഒന്നുകൂടെ പറയാണ്: ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നൗറോജി. തീവ്രവാദികള് ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാല, ലാലാ ലജപത് റോയ്. അല്ലെ. ഇനി ഈ മിതവാദികളുടെയും തീവ്രവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. അങ്ങനെ കോൺഗ്രസ് രണ്ടായി പിളർന്നു. മിതവാദികളും തീവ്രവാദികളും. അതിനെയാണ് നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കണേ? അപ്പൊ സൂററ്റ് സ്പ്ലിറ്റ് നടന്നത് എന്നാ മക്കളെ? നമ്മൾ പറഞ്ഞ ഈ 1907 കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർക്ക് അവര് വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം ബ്രിട്ടീഷുകാർ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഇനി അടുത്തത് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. ഇനി അതിന്റെ ഇടയിൽ ഇതും കുറച്ചും കൂടെ പറയാം. ജയിലിലടച്ചു. ബാലഗംഗാധര തിലക് ഉൾപ്പെടെ പലരെയും നാട് കടത്തി. അവർ പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ജനരോഷം തണുപ്പിക്കാനും കോൺഗ്രസിനെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനു വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ള, അതായത് തീവ്രവാദികളെ ഇവിടുന്ന് ഓടിപ്പിച്ചു വിട്ടു. മിതവാദികൾ നേരിട്ട് തല്ലുകൂടില്ലല്ലോ. അപ്പൊ മിതവാദികളെ സുഖിപ്പിക്കാനായിട്ട് മിന്റോ മോർലി പരിഷ്കാരം 1909 ആര് കൊണ്ടുവന്നു? നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ്: മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. അപ്പൊ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തിയത് 1909 മിന്റോ മോർലി റിഫോംസിലൂടെയാണ് എന്നോർത്തു വയ്ക്കുക. ഇനി ആരാണ് ലാൽ ബാൽ പാൽ എന്ന് നമുക്ക് നോക്കാം. അതായത് സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളെയാണ് നമ്മൾ ലാൽ ബാൽ പാൽ എന്ന് വിളിക്കുന്നത്. ലാലാ ലജപത് റോയ്, ബാലഗംഗാധര തിലക്, പാൽ ബിപിൻ ചന്ദ്രപാൽ. ഇവരെയാണ് നമ്മൾ ലാൽ ബാൽ പാൽ കൂട്ടുകെട്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, അതിനു മുമ്പ് ഇവിടെ ഒരു പെട്ടി നമ്മൾ
വെച്ച് പോയിണ്ടായിരുന്നു അല്ലെ. സർവേ മുസ്ലിം ലീഗിന്റെ രൂപീകരണം ആഘാ ഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കണ്ടു. അവരുടെ ചില ആവശ്യങ്ങൾ അങ്ങേരോട് പറഞ്ഞു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. കാരണം അങ്ങേരുടെ ഉദ്ദേശം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതാണ്. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദിതമായി. അങ്ങനെ 1907 സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചു. അപ്പൊ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് 1906 ആരുടെ നേതൃത്വത്തിൽ? ഇവിടെ ആരായിരുന്നു? ആഗാ ഖാന്റെ നേതൃത്വത്തിൽ. സിംലയിലാണ് മിന്റോ പ്രഭുവിനെ അദ്ദേഹം പോയി കണ്ടത് കേട്ടോ. ഇനി അടുത്തതാ നോക്കാം, ഹോം റൂൾ ലീഗ്. 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ ആനി ബസന്റിന്റെ ഫോട്ടോ അവിടെ കൊടുത്തേക്കണേ. ഈ ആനി ബസന്റും ബാലഗംഗാധര തിലകനും ചേർന്നാണ് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് കേട്ടോ. ഹോം റൂളിന്റെ ലക്ഷ്യം, ഹോം റൂൾ എന്താണ്? സ്വയംഭരണമാണ് ലക്ഷ്യം. ഹോം റൂൾ എന്ന് പറഞ്ഞാൽ തന്നെ സ്വയംഭരണം എന്നാണ് അർത്ഥം. അപ്പൊ ലക്ഷ്യം എന്താണ്? സ്വയംഭരണമാണ്. ഹോം റൂൾ ലീഗിന്റെ പ്രചരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിച്ചു. ഇതിന്റെ ശാഖകൾ രാജ്യത്തുടനീളം സ്ഥാപിച്ചു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ ജയിലിൽ അടച്ചു. ഇത് മുന്നോട്ട് പോയാ ഞങ്ങളുടെ പണി പൂന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാർ ആനി ബസന്റിനെ ജയിലിൽ അടച്ചു. പിന്നീട് ജയിൽ മോചിതരായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി. 1917 കൽക്കട്ടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആനി ബസന്റ് അധ്യക്ഷയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എന്താ പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അധ്യക്ഷ പദവിയിൽ വന്ന ആദ്യ വനിതയാണ് ആനി ബസന്റ്. ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ വിദേശ വനിത എന്നൊക്കെ പറഞ്ഞ ആരാണ്? ആനി ബസന്റ് ആണ് കേട്ടോ മക്കളെ. അടുത്ത് നോക്കിക്കോളോ, ഐക്യത്തിന്റെ ലക്നൗ. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നു. അത് നടന്നത് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം എവിടെ നടന്നു? ലക്നൌവിൽ നടന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തു. മിതവാദികളും തീവ്രവാദികളും നേരത്തെ സൂററ്റില് നടന്ന ഒരു എന്താ പറയാ സമ്മേളനത്തിൽ, സൂററ്റ് സ്പ്ലിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ടായി പിളർന്നു. പക്ഷേ ഇവർ എന്താണ്? ഐക്യപ്പെട്ടു. ഇവർ രണ്ടുപേരും കൂടി ഒന്നായി, വീണ്ടും ഒന്നായി. കാരണം നമുക്ക് എന്ത് വേണം? നമ്മുടെ രാജ്യം നേടണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ഇനി നോക്കിയപ്പോ മിതവാദികൾ തീവ്രവാദികൾ ഒന്നായി. INCയുടെ കൂടെ ആരും കൂടി ചേർന്നു? മുസ്ലിം ലീഗും ഒന്നായി ചേർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരരീതിയിൽ നിന്നും വ്യത്യസ്തമായ ചില രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിക്കുകയും കൂടെ ചെയ്തു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നവർ എന്താ പറയുന്നത് മനസ്സിലാക്കി. അത്തരം ചില വിപ്ലവ സംഘടനകളുടെ പേരും അത് ആരംഭിച്ച വ്യക്തികളെയുമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, അനുശീലൻ സമിതി. സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് എന്നിവർ ചേർന്ന ബംഗാളിൽ രൂപീകരിച്ചതാണ് അനുശീലൻ സമിതി. സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് എന്നിവർ ചേർന്ന് ബംഗാളിൽ അനുശീലൻ സമിതി ആരംഭിച്ചു. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവർ മദ്രാസിൽ ഭാരത് മാതാ അസോസിയേഷൻ ആരംഭിച്ചു. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവർ മദ്രാസിൽ ഭാരത് മാതാ അസോസിയേഷൻ ആരംഭിച്ചു. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവർ ചേർന്ന് ബംഗാളിൽ യുഗാന്തർ പാർട്ടി ആരംഭിച്ചു. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവർ ചേർന്ന്, റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും ബംഗാളില് യുഗാന്തർ പാർട്ടി ആരംഭിച്ചു. ലാലാ ഹർദയാൽ അമേരിക്കയിൽ ഗദാർ പാർട്ടി രൂപീകരിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഗദാർ പാർട്ടി, ലാലാ ഹർദയാൽ, യുഗാന്തർ പാർട്ടി, റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്, ഭാരത് മാതാ അസോസിയേഷൻ, നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്, അനുശീലൻ സമിതി, സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. അനുശീലൻ സമിതി എവിടെ? ബംഗാളിൽ. ഭാരത് മാതാ അസോസിയേഷൻ എവിടെ? മദ്രാസിൽ. യുഗാന്തർ പാർട്ടി എവിടെ? ബംഗാളിൽ. ഗദർ പാർട്ടി എവിടെ? അമേരിക്കയിൽ.
ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. അപ്പൊ ബ്രിട്ടീഷുകാർ പിന്നെയും ചൂഷണം ചെയ്യാൻ പോയതും അതിനെതിരെ ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്നതും ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് ഒരു സംഘടിത രൂപം ഉണ്ടായി. INC ഒരു എന്താണ് സംഘടിത സംഘടനയായിട്ട്, അതായത് ഒരു നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അക്കാലത്ത് ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി മാറുകയും കൂടെ ചെയ്തു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ വളരെ ഭംഗിയായിട്ട് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്തായിരുന്നു, ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാ പറഞ്ഞത് അല്ലെ. എന്തൊക്കെ പ്രസ്ഥാനങ്ങൾ, അതില് എന്തുണ്ട്, സാധാരണ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് ഉള്ള മിതവാദികളുടെ ഉണ്ട്, അതുപോലെ തന്നെ പ്രശ്നക്കാരായിട്ടുള്ള തീവ്രവാദികളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ മിതവാദം മാത്രം കൊണ്ടുനടന്നാൽ പോരാ, അപ്പൊ കുറച്ചും കൂടി എന്താ പറയാ പ്രശ്നമുള്ള സംഘടനകൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സംഘടനകളെ കുറിച്ച് പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ആദ്യകാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉള്ളതിന് ഭരണേന് മുന്നുള്ള ആദ്യകാല പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അവർ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി അവരോണ്ട് അല്ലെ, അവരെ കൊണ്ട്, അതായത് നമുക്ക് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞുല്ലോ. തപാല് അല്ലെങ്കിൽ റെയിൽവേ, റോഡ്, അങ്ങനെയുള്ള ഗതാഗത സംവിധാനങ്ങളെ കുറിച്ച് പഠിച്ചു. പിന്നെ ലേഡീസ്, പണ്ഡിത രമാബായിയെ കുറിച്ചും അതുപോലെ ജ്യോതിറാവു ഫുലെ തുടങ്ങിയ ആൾക്കാരെ കുറിച്ച്, അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചൊക്കെയാണ് ഇന്ന് പഠിച്ചത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മുടെ ഈ ക്ലാസ്സുകൾ SCRT ക്ലാസ്സുകൾ ഇത്തിരി വലുതാട്ടോ മക്കളെ. അത് വേറൊന്നും അല്ല, എന്താണ്, നമുക്ക് എന്ത് വേണം, ഒരു ചാപ്റ്റർ എടുത്ത് ആ ചാപ്റ്റർ മുഴുവനായാലാണ് അത് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തിരി സമയം പോയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മുഴുവൻ ഒരുമിച്ച് ഇങ്ങനെ വായിച്ചു തരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഒറ്റയടിക്ക് എങ്ങനെ ആ ചാപ്റ്റർ മുഴുവൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട ക്ലാസ്സിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ. അപ്പൊ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ.